ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ദേശീയപാതയ്ക്ക് മുകളിൽ നിന്ന് വലിയ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്നത്. താഴത്തുണ്ടായിരുന്ന 6 വീടുകൾക്ക് മുകളിലേക്കാണ് ഈ മണ്ണ് വന്നു വീണത്. ഇതിൽ ഏറ്റവും അടുത്തുണ്ടായിരുന്നത് ബിജുവും സന്ധ്യയും താമസിച്ചിരുന്ന വീടായിരുന്നു. ആ വീട് ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. ഈ 2 പേരും തൊട്ടടുത്ത് വീട്ടിലേക്ക് മാറിയിരുന്നു, അവരുടെ തറവാട്ട് വീട്ടിലേക്ക് മാറിയിരുന്നു. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സമയത്ത് ഈ തകർന്ന വീട്ടിലേക്ക് എത്തിയത്. ആ സമയത്താണ് ഇവർ അപകടത്തിൽപ്പെട്ടത്. ഏതാണ്ട് 5-5.5 മണിക്കൂർ രക്ഷാപ്രവർത്തനം നീണ്ടു. ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും, ആ കാണുന്ന അതിന് മുകളിൽ നിന്നാണ് മണ്ണ് ഇടിഞ്ഞു പോന്നിരിക്കുന്നത്. ആ മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞ് റോട്ടിലാണ് വീണത്. ഒരു ഭാഗം മാത്രമേ താഴേക്ക് പതിച്ചിട്ടുള്ളൂ. അതായത് ഇത്ര അധികം അളവിൽ മണ്ണ് താഴേക്ക് പോകുന്നു. പക്ഷെ അതിലേറിയ പങ്കും ഈ ദേശീയപാതയിൽ തന്നെയാണ് കിടക്കുന്നത്. ഇതുകൂടി താഴേക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും വലിയൊരു ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് ആ മേളുവശത്ത്, അതായത് ആ മണ്ണ് ഇടിഞ്ഞു പോകുന്ന ആ ഭാഗത്ത് ഒരു വിള്ളൽ രൂപപ്പെട്ടിരുന്നു. അത് നേരത്തെ തന്നെ ഇവിടെയുള്ള ആളുകൾ തിരിച്ചറിഞ്ഞതാണ്. അതനുസരിച്ചാണ് ഇവർ മുൻകരുതൽ സ്വീകരിക്കുകയൊക്കെ ചെയ്തത്. ഇന്നലെ ഉച്ചയ്ക്കടക്കം ജനപ്രതിനിധികളടക്കം ഇവിടെ വരികയും ആ മേളിൽ പോയി ആ വിള്ളൽ കാണുകയും ചെയ്തു. ആ വിള്ളലുള്ള ഭാഗത്തു നിന്നാണ് ഈ മണ്ണിടിഞ്ഞ് താഴേക്ക് പോന്നിരിക്കുന്നത്.